അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കോക്കനട്ട് മിൽക്ക് ഷാമ്പു ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കോക്കനട്ട് പൗഡർ വെച്ച് ഒരു ഷാമ്പു നമ്മളിന്ന് ചെയ്യുകയാണ്. ഇത് നമ്മുടെ മുടിക്ക് കൂടുതലും എന്താ പറയണ്ടേ, കോക്കനട്ടിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മുടെ തേങ്ങാപ്പാൽ, ഇപ്പോൾ തേങ്ങാപ്പാൽ വെച്ചല്ല നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ പൗഡർ യൂസ് ചെയ്ത് നമ്മളൊരു ഷാമ്പു ചെയ്യുകയാണ്. ഇതൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഒരു ഫ്രിസിനെസ് കിട്ടാനും ഇങ്ങനെ ഷൈനിങ് ആയിട്ട് കിടക്കാനും ഒക്കെ യൂസ് ചെയ്യും. നമ്മുടെ മുടിയിലുള്ള നമ്മുടെ തലയിലുള്ള ഇച്ചിനെസ് അതെല്ലാം അങ്ങനെയുള്ള സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോക്കനട്ട് ഒരുപാട്, ഈ ഒരു കോക്കനട്ട് പൗഡർ അല്ലെ തേങ്ങാപ്പാൽ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് അത് വെച്ചൊരു ഷാമ്പൂ ചെയ്യുന്നത്, അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എങ്ങനെയുള്ള കോസ്മെറ്റിക് ഫോർമുലേഷൻ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു ബീക്കർ വെച്ച് ടയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. നമ്മൾ 500 ഗ്രാമിൻ്റെയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്റ്റിൽ വാട്ടറാണ് എടുക്കുന്നത്. ഡിസ്റ്റിൽ വാട്ടർ നമ്മൾ മെഷർ ചെയ്യുവാണ്. 320 നമുക്ക് വേണ്ടത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എപ്പോഴും വാട്ടർ തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ കോക്കനട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വേറെ ഹെർബൽ വാട്ടേഴ്സ് ഒന്നും എടുക്കാതെ നമ്മുടെ കളർ വൈറ്റ് തന്നെ, പേളി വൈറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് തന്നെ ഇപ്പം നമ്മളതിൽ ഹെർബൽ വാട്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷാമ്പു ചെയ്യുമ്പം ഇതേ പ്രോസസ്സിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, നമ്മുടെ കോക്കനട്ട് പൗഡർ. അപ്പം നമുക്കിതൊരു 12 ഗ്രാം ആവശ്യമുണ്ട്. തേങ്ങാപ്പാലിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ്. അപ്പം അത് നമുക്കൊരു 12 ഓക്കെ 12 മതി, കറക്റ്റ് അതെടുക്കുക. ഓക്കെ, ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മളെടുക്കുന്നത് നമ്മുടെ SCA ആണ്. SCA നമുക്ക് മെഷർ ചെയ്തെടുക്കാം. 60 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് എടുക്കുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുക. ഗ്ലൗസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഗ്ലൗസ് വേണം. നല്ല ഫൈൻ പൗഡറാണ്, നമുക്ക് സഫക്കേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ മാസ്ക് കൂടെ വെക്കണം. കുട്ടികളെ അടുത്ത് നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഒരു നേസൽ ഇറിറ്റേഷനും ത്രോട്ട് ഇറിറ്റേഷനൊക്കെ കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം എപ്പോഴും നമ്മൾ SCA പൗഡർ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ SCA നമ്മൾ ഇതൊരു സർഫക്റ്റൻ്റ് ആണ് നമ്മളുടെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മെഷർ ചെയ്ത് മാറ്റണം. നമ്മൾ 500 ഗ്രാമിനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 60ഓളം നമുക്ക് ഇത് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 60 മെഷർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സാന്തങ്കം മെഷർ ചെയ്യണം. അപ്പോൾ സാന്തങ്കമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എല്ലാ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നീറ്റായിരിക്കണം. നമ്മൾ എന്താ പറയുക, നമ്മൾ ഓൾറെഡി റബ്ബിങ് ആൽക്കഹോൾ ഇട്ടിട്ട് നല്ലൊരു ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാവുള്ളൂ. നമ്മുടെ ഈ ഒരു പാത്രം, എന്ത് വെസൽസ് നമ്മൾ യൂസ് ചെയ്താലും നല്ല സ്റ്റെറൈലായിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി സാന്തങ്കം മെഷർ ചെയ്യാം. നമുക്ക് സാന്തങ്കം വേണ്ടത് 2.5 ആണ്. അപ്പോൾ നമുക്കത് മെഷർ ചെയ്തെടുക്കാം. അത് ഞാൻ ഉപയോഗിക്കുന്നത് സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഗ്വാർഗം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2.5 ആണ് നമ്മളുടെ സാന്തങ്കം. ഈ സാന്തങ്കം നമുക്കറിയാമല്ലോ, തിക്കനിങ് ഏജൻ്റാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ തിക്കനാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാന്തങ്കം. അപ്പോൾ നമ്മൾ സാന്തങ്കം മെഷർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിസറിൻ വേണം. നമുക്കൊരു 25 ഗ്രാം ഗ്ലിസറിൻ വേണം. നമുക്കത് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ എടുക്കുന്നത് ഒത്തിരി ആവുകയും വേണ്ട. അപ്പോൾ അത്ര നോക്കിയാണ് നമ്മൾ ഗ്ലിസറിൻ എടുക്കേണ്ടത്. ഇനി എടുക്കുന്നത് EDTA ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. EDTA നമുക്ക് 1 ഗ്രാം വേണം. നമ്മൾ 1 ഗ്രാം മെഷർ ചെയ്ത് കറക്റ്റ് 1 ഗ്രാം എടുത്താൽ മതി. കുറച്ച് എമൗണ്ട് മതി നമുക്ക് EDTA. ഇനി ഞാൻ മെഷർ ചെയ്യുന്നത് PG ആണ്. ഇത് ഞാൻ ഷെയർ ചെയ്ത് ഓൾറെഡി. PG 150 ആണ് നമ്മൾ എടുക്കുന്നത്. അതും നമുക്ക് 1.1 ഗ്രാം വേണം. അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് മെഷർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് EDTA വേണം. EDTA ആണ് നമുക്കൊരു പേളി എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ EGMS നമുക്കൊരു 10 ഗ്രാം വേണം. അതാണ് നമുക്കൊരു നല്ല ഒരു പേളി എഫക്റ്റ്. നമ്മൾ ടയർ ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു 10 ഗ്രാം, നമ്മൾ 500 ഗ്രാമിനായതുകൊണ്ട് 10 ഗ്രാം ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ CABP മെഷർ ചെയ്യണം. നമുക്ക് 75 ഗ്രാം ആണ് CABP വേണ്ടത്. 75. അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അത് തീർന്നിട്ട് ഇത് നമ്മുടെ സർഫക്റ്റൻ്റ് ആണ്. സർഫക്റ്റൻ്റ് നമുക്കറിയാമല്ലോ,
നമുക്ക് ഫോം ബൂസ്റ്റ് ചെയ്യാനും ക്ലെൻസിങ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ സർഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് വേണ്ടത് 75 ആണ്. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ ഫേസ് എ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ ഒന്നും കൂടെ മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മെഷർമെൻ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്. 320 ഗ്രാം വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ 320 ഗ്രാം വാട്ടറിനകത്തോട്ട് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 12 ഗ്രാം നമ്മുടെ കോക്കനട്ട് പൗഡർ, നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ പൗഡർ ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാന്തങ്കം. ഞാൻ സാന്തങ്കം എത്ര എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ എടുത്ത എമൗണ്ട് സാന്തങ്കം എന്ന് പറഞ്ഞാൽ നമ്മൾ 2.5 ആണ്. അതിനകത്തോട്ട് നമ്മൾ ഗ്ലിസറിൻ എടുത്തിരിക്കുന്നത് 25 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒഴിച്ച് നമുക്ക് ഈ സാന്തങ്കമിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. 25 ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലിസറിൻ. ഗ്ലിസറിൻ്റെ എമൗണ്ട് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഗ്ലിസറിൻ നമ്മുടെ നാച്ചുറൽ ഹ്യൂമെക്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ ഇടുമ്പോൾ നമ്മുടെ മുടിക്ക്, നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് പോലെ തന്നെ മുടിയിനെ ഇത് മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്ലിസറിൻ ഇത് നമ്മുടെ തിക്കനിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ചു. ബാക്കി വരുന്ന ഗ്ലിസറിൻ ഹാഫ് എടുത്ത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തു. ഹാഫ് ഗ്ലിസറിൻ നമ്മൾ ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആ ഗ്ലിസറിനും ഇതിനകത്ത് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്തു, ഓൾറെഡി കോക്കനട്ട് പൗഡർ ആഡ് ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് SCA ആണ്. SCA നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാൻ. കുറേശ്ശെ SCA നമ്മൾ 60 ആണ് എടുത്തിരിക്കുന്നത്. 60 ഗ്രാം ആണ്. അപ്പോൾ ഇത് ഇച്ചിരി തിക്കായിട്ടൊക്കെ ഇരിക്കും. കാരണം നമ്മളിതിനെ പിന്നെ ഡബിൾ ബോയിൽ ചെയ്യും. അപ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. SCA മെൽറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ചെറിയ ബീക്കറിനകത്ത് ഡബിൾ ബോയിൽ ചെയ്യാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നമ്മൾ വലുതിലോട്ട് മാറ്റും. നമുക്കിതിനെ ഒന്ന് മിക്സൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ലംസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതെന്താ EGMS. ഇതാണ് നമുക്ക് EGMS ഉണ്ട്. ഇതിനകത്ത് വൈറ്റ് നമുക്കിതിനകത്ത് PG ഉണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് EDT ഉണ്ട്. അപ്പോൾ EDT നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഗ്രാം ആണ്. EGMS എടുത്തിരിക്കുന്ന 10 ഗ്രാം ആണ്. EGMS ആണ് നമുക്ക് പേളി എഫക്റ്റ് കൊടുക്കുന്നത്. സൺസിൽക്ക് ഷാമ്പൂ ഇല്ലേ, അതുപോലെ ആ ഒരു ഫിനിഷിങ്ങിലൊക്കെ കൊടുക്കുന്നതാണ് EGMS. അപ്പം അത് നമ്മൾ 10 ഗ്രാം എടുത്തിട്ടുണ്ട്. EDT 1 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് അതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. അപ്പം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ PG 50 ഉണ്ട്. അതും നമുക്ക് നമ്മളൊരു 1.2 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഇപ്പോഴും ഇതിനകത്ത് ലംസ് ഉണ്ട്. അത് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ പൊക്കോളും. കാരണം ഇതൊക്കെ ഒന്ന് മെൽട്ടാകാൻ ടൈം എടുക്കും. ഇനി നമുക്കുള്ളത് കോക്കോ ബീറ്റേൻ ആണ്. അടുത്ത പ്രൈമറി സർഫെക്റ്റൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 75 ഗ്രാം നമുക്ക് അതിനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത്, അപ്പോൾ ഇത് ഏകദേശം 500 ഗ്രാം ഫുള്ളായിട്ടുണ്ട്. അപ്പം നമ്മൾ സാന്തങ്കം ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ മിക്സ് ചെയ്ത് മാറ്റിയിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഡബിൾ ബോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സാന്തങ്കം ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഡബിൾ ബോയിൽ ആകട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡബിൾ ബോയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിത് തിക്നെസ് ഇല്ല. അപ്പോൾ ഇത് സെറ്റിൽ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് തിക്നെസ് ആയിക്കോളും. അപ്പം ഇത് കുറച്ചേറെ ടൈം എടുക്കും. കാരണം EGMS എല്ലാം നമുക്ക് മെൽറ്റായിട്ട് വരണ്ടേ, അതുകൊണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഹാഫായിട്ട് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ആ ഒരു ഗ്ലിസറിൻ സാന്തങ്കമിൻ്റെ സൊല്യൂഷനില്ലേ, അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളിതിനെ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. സാന്തങ്കം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫേസ് A മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫേസ് B, ഒത്തിരി ഒന്നും വേണ്ട, ഇത്തിരി ഒന്ന് ചൂട് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസ് B ആഡ് ചെയ്യാം. പിന്നെയാണ് നമ്മൾ ഫേസ് C ഇൻഗ്രീഡിയൻസ് ആയി നമ്മുടെ പ്രിസർവേറ്റീവ് എല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ലംസ് ഉണ്ട്. ഇത് സെറ്റിൽ ആയിക്കോളും. അപ്പം അത് ഒന്ന് ആറുമ്പോഴത്തേക്കും നമുക്ക് ഫേസ് B ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് സെൻട്രിമോണിയം ക്ലോറൈഡ് ആണ്. ഇത് നമ്മുടെ മുടിയെ ഫ്രിസി ആയിട്ടും അതിനൊരു കണ്ടീഷനിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ 7.5 ഗ്രാം ആണ് ആഡ് ചെയ്യുന്നത്.
ഓക്കെ, ആഡ് ചെയ്തു. ഇനി നമുക്ക് ഫിനോക്സിയഥനോളും ഇതെല്ലാം നമുക്ക് ഒരു വെസലിൽ തന്നെ ഒരു ഇതിൽ തന്നെ നമുക്ക് എടുത്താൽ മതി. ഫിനോക്സിയഥനോൾ നമുക്ക് 5 gram ആണ് വേണ്ടത്. അതും നമുക്ക് മെഷർ ചെയ്യാം. ഫിനോക്സിയഥനോൾ നമുക്കറിയാം നമ്മുടെ പ്രിസർവേറ്റീവാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റിനെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നത് ഫിനോക്സിയഥനോളാണ്. അപ്പോൾ അത് 5 gram എടുക്കുക. അപ്പോൾ ഇതും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നല്ല തിക്കായിട്ട് വരും. അതുപോലെ തന്നെ സെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി നമുക്ക് സോഡിയം ബെൻസോയേറ്റ് കൂടെ ആഡ് ചെയ്യണം. അത് നമ്മൾ 1 gram ആണ് ആഡ് ചെയ്യുന്നത്. 1 gram നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എസെൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഇത് നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കിതൊരിക്കലും നമ്മൾ ചൂട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒഴിക്കരുത്. അത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ, റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് ആഡ് ചെയ്യാവൂ. ഇനി നമുക്ക് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ ഒഴിക്കുന്നത് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒരു 1.5 നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ മുടിക്ക്, ഇപ്പോൾ നിങ്ങളുടെ റോസ്മേരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ലാവൻഡറും യാങ്ങുമാണ് ആഡ് ചെയ്യുന്നത്. എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഏത് വേണേലും, മുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റോസ്മേരി നല്ലതായിരിക്കും. അപ്പം നമ്മളത് നോക്കി വേണം ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു 3 വൈറ്റമിൻ ഇയും കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇയും നമുക്ക് ഒരു ഹീറ്റ് സെൻസിറ്റീവാണ്. അതിനെ കൊണ്ട് നമുക്ക് ചൂടിനകത്ത് ആഡ് ചെയ്യരുത്. എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അത്. വൈറ്റമിൻ ഇയുടെയൊക്കെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ എപ്പോഴും അതിനെ കൂൾ ഫേസിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 3 ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് ഒഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് ആഡ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഇത് ആറിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഇതിനകത്തോട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം.